കൊല്ലം ശാസ്താംകോട്ടയിൽ കെഎസ്ഇബിയുടെ അനാസ്ഥയ്ക്കും നിരന്തരമായ വൈദ്യുതി മുടക്കത്തിനുമെതിരെ ശാസ്താംകോട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തി. കെപിസിസി അംഗം MV ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരി അസംഷൻ ഓട്ടോണോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഹരിതഭാവിയിലേക്ക് ഊർജം പരിസ്ഥിതി സുസ്ഥിരത എന്ന വിഷയത്തിൽ ദ്വിദിന അന്താരാഷ്ട്ര സെമിനാർ ആരംഭിച്ചു. IIT മുംബൈ സാമ്പത്തിക ശാസ്ത്രം വിഭാഗം മേധാവി പ്രൊഫസർ K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആടുജീവിതം സിനിമയുടെ ശബ്ദമിശ്രണം വെല്ലുവിളിയായിരുന്നുവെന്ന് ആടുജീവിതം ശബ്ദമിശ്രണ അവാർഡ് ജേതാവ് ശരത് മോഹൻ. അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ശരത്. കോട്ടയം പൈഗ വിളക്കുമരുത് ജംഗ്ഷനിൽ ജനങ്ങളുടെ പരാതിക്ക് പരിഹാരമായി റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചു. വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളും വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും ചേർന്ന് MLA മാണി C കാപ്പന് പരാതി നൽകിയിരുന്നു. കോട്ടയം കടന്തേരി ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി കടുത്തുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം വളാഞ്ചേരിയിലെ കമ്മ്യൂണിറ്റി പാർക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി വഴി സംസ്ഥാനത്ത് ആദ്യമായി പ്രവൃത്തി പൂർത്തീകരിച്ച പാർക്കാണ് വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്ക്. 1.5 പതിറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ സന്നിധാനത്തിലെത്തി ദേവസ്വം കൊമ്പൻ ശങ്കരനാരായണൻ. 16 വർഷമായി ദേവസ്വം മാനത്താവളത്തിലായിരുന്നു ശങ്കരനാരായണൻ. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിന് പോയ കൊമ്പൻ വിരണ്ടോടിയതോടെ പിന്നീട് കെട്ടുതറിവാസത്തിന് വിടുകയായിരുന്നു. കൊല്ലം കോട്ടുക്കൽ പള്ളിമുക്കിൽ 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത് കടയ്ക്കൽ സ്വദേശി അതിശയൻ എന്ന് വിളിക്കുന്ന ജിജു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം എറിയാട് നിന്നും ഉടുമ്പിനെ പിടികൂടി. ഉടുമ്പിനെ കണ്ടെത്തിയത് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സംഘം മുഹമ്മദ് എത്തിയാണ് ഉടുമ്പിനെ പിടികൂടിയത്. പിന്നീട് വനംവകുപ്പ് അധികൃതർ എത്തി ഉടുമ്പിനെ കാട്ടിലയച്ചു. കോട്ടയം പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മോഴയാൻ അർജുൻ ചെരിഞ്ഞത് ചികിത്സയിലിരിക്കെ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ചെരിഞ്ഞത്. പാല ലാലം പഴയ പള്ളിയിൽ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി മരിയൻ കൺവെൻഷനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മത്തിരുനാൾ ആഘോഷവും നടക്കും. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് തിരുകർമ്മങ്ങൾ.